എന്ത് മീനാണ്? എന്ത് മീനാണെന്ന് എനിക്ക് അറിയാം. ബലപരിശീലനം കാണിച്ചത്. ഓ, മീൻ പിടിക്കാൻ അറിയാൻ പാലെങ്കിൽ അത് പറഞ്ഞേച്ചാ മതിയല്ലോ. ഓ, നീ നിന്റെ അച്ഛാമ്മയും മാത്രമേ വലിയ മീൻ പിടുത്തക്കാർ. ഈ 2-3 കുഞ്ഞിപ്പിലോപ്പിക്ക് വേണ്ടിട്ടാ ഞാൻ പോണു. മീൻ നിന്നത് കൊണ്ടല്ലേ വലിയ മീൻ കിട്ടിയാൽ. പോലെ ഒരു സാധനം കൊണ്ട് കൊണ്ടുപോയിക്കും. 2-3 ദിവസമായി നിന്റെ അച്ഛാമ്മ ചോദിക്കണം. വെളുപ്പിനെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. എന്ത് സാധനമാണ്? അതൊക്കെ ഉണ്ട്, നീ വാ. മതി, കണ്ടോ? ഇതെങ്ങനെ കിട്ടി? സത്യം പറ, ചാടി കരയണതല്ലേ? എന്തെന്ന്? അല്ല, വീശി എടുത്തു. കൊണ്ടുപോയിക്കോ. കണ്ടാ എങ്ങനെയുണ്ട്? കൊള്ളാം. ഇത് ഷമുഖം തന്നല്ലേ? ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് ഞാൻ കക്കയും കൊടുത്തിട്ടുണ്ട്. വറ്റ കിട്ടിയാണ് തന്നെ. എനിക്കിഷ്ടമുള്ള മീനാണ്. പിന്നെ ഷൺമുഖം ചെയ്യണ ഇത് ഞാൻ അച്ഛമ്മക്ക് ഇഷ്ടമുള്ള മീനാന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ അവിടെ നിന്ന് വാങ്ങിച്ചാണ്. 350 രൂപയും കൊടുത്തു. ആ 350 രൂപ എനിക്ക് തന്നേക്കണേ. ഞാൻ മാല വാങ്ങിക്കാൻ പറ്റിച്ച പൈസയാണ്. അടുത്ത ആഴ്ച കോളേജിൽ പരിപാടിയുള്ളതാണ്. എനിക്ക് മാലയും വളയും കമ്മലും ഒക്കെ വാങ്ങിക്കണം. അപ്പൊ 350 രൂപ പോരാ, ഒരു 150 രൂപയും കൂടി തച്ചാമ്മ എനിക്ക് തന്നെ. അങ്ങനെ 500 തന്നാ മതി. നിന്നോട് ആരാ പറഞ്ഞ 350 രൂപ കൊടുത്തിപ്പോ അത് മേടിക്കാനായിട്ട്? എൻ്റെ എവിടെ നിന്നാ കാശ്? അച്ചാമ്മയുടെ പൈസ ഇല്ലല്ലോ. എങ്കിൽ ഞാൻ ഈ ബക്കറ്റിലെ ഒരു ടിന്നിരിപ്പില്ലേ, അതിൽ നിന്ന് 500 രൂപ എടുത്തിട്ടുണ്ട് കേട്ടോ. ചില്ലറ അച്ചാമ്മ എടുത്തോ. ഞാൻ ആ താറാമുട്ട കൊടുത്തിട്ട് കിട്ടിയ കാശാണ്. അതവിടെ വേ. മുളക് ടീനും മഞ്ഞപ്പൊടി ടീനും അറിയാൻ മേലും കാശ് വെക്കണ ടീൻ അവൾക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. എവിടെ കൊണ്ട് വെച്ചാലും കണ്ടുപിടിക്കും. ദേ ബാലൻസ് ഇത്ര ഉണ്ട്, ഇത് അച്ചാമ്മ എടുത്തോ. എന്തായാലും താറാമുട്ട കൊടുത്തല്ലേ, താറാവ് എന്റെയും കൂടി, അപ്പൊ കുഴപ്പമില്ല. എന്ത് പൂവൻ താറാവാ? പൂവൻ താറാവ് മുട്ടയെന്ന് കുടിയല്ല. അതിന് 2 പെടത്താറാവ് ഉണ്ടല്ലോ. പെടത്താറാവ് രണ്ടും എൻ്റെതാണ്. പൂവൻ താറാവ് നിൻ്റെതാണ്. നീ താനാണെന്ന് കൊടുക്കാൻ പോയിട്ട് കൊടുപ്പിക്കാഞ്ഞത്. അതുകൊണ്ട് പൂവൻ താറാവ് മുട്ടയിടുമെങ്കിൽ താൻ എടുത്തു. പെടത്താറാവ് 2 മുട്ടയിടണം. ഞാൻ കൊടുത്ത് കാശ് മേടിക്കും. അയ്യടി മോളെ, അത്ര ബുദ്ധി വേണ്ട കേട്ടാ. ഒരു പെടത്താറാവും പൂവൻ താറാവും അച്ചാമ്മയുടേത്, ബാക്കി 2 ഉണ്ട്. പൈസ അവിടെ കൊണ്ട് വെക്കടി. കാശ് കൊണ്ട് പോയി. അങ്ങനെ ഇട്ടാ പറ്റിയല്ലോ. ഞാൻ 4 പെടത്താറാവിനെ വാങ്ങിക്കാൻ പോണു. എൻ്റെ പൊന്നോ വേണ്ട. എന്താണെന്ന് വെച്ചാൽ നിനക്ക് ചിലവെന്നുള്ള ഞാൻ തന്നേക്ക്. ഞാൻ അതുങ്ങളെയും കൂടി തീറ്റിപ്പോറ്റാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇന്ത്യ താറാവിനെ തീറ്റിപ്പോറ്റണ പാടെ എനിക്കേ അറിയാവൂ. എന്തെന്ന്? അതിനോട് 4 താറാവല്ലേ ഉള്ളു. അല്ല, അവരെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. വേറൊരു താറാവ് ഇവിടെയൊക്കെ ചെളിച്ചാൽ നടപ്പുണ്ടല്ലോ. കർക്കുത്തിരി ഇച്ചിരി കൂടുതലുണ്ട്. എനിക്ക് പറഞ്ഞാൽ കോളേജിൽ നിന്ന് വരുമ്പോൾ ചുരുളായിട്ടായിരിക്കും വന്നത്. ഇതിന് എപ്പോ പോവാനാണ്? നാളെ പോടി. ഇതെല്ലാം കൂടെ ഇറക്കാനല്ലേ? അച്ചാമ്മ ഉപ്പെടുത്തിട്ടെ. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനും ഉപ്പിട്ട് അച്ചാമ്മ ഉപ്പിട്ട്, എന്നാൽ ലാസ്റ്റ് പേര് വന്നപ്പോൾ എൻ്റെ പേരാ വന്നത്.
നാളെ ഇവിടെ കുടുംബശ്രീ മീറ്റിംഗ് ഉണ്ട്. എവിടാ? ഇവിടെ ഞാൻ എങ്ങോട്ടേലും പോണോ നാളെ? അതെന്താ? അല്ലെങ്കിൽ നാളെ ഇവിടെ ഡീപരവാസത്തിലും എല്ലാം കൂടി. ഞങ്ങളുടെ കുടുംബശ്രീ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ല പക്കയാണ്. നീ നാളെ കണ്ടു? കണ്ടാൻ പറ്റേ നാളെ. ഇത്രയും സ്നേഹവും സമാധാനമുള്ള ഗ്രൂപ്പ് വേറെ ഏതാണുള്ളത്? ചമ്മയുടെ ഗ്രൂപ്പ് അല്ലേ? നാളെ എല്ലാത്തിനും സ്നേഹം പൂത്തി ഇടിയാവണ കാണാം. ഞങ്ങളൊന്നും ഇടിക്കല്ലേ. പാത്രം വെച്ചു. കരിഞ്ഞു പോയാ ചമ്മയത്? അത് വേപ്പില കിടന്ന സ്ഥലം. നമ്മൾ ഇച്ചിരി മൊരിച്ചെടുത്ത് അത് കരിഞ്ഞത്. അച്ചാമ്മ ഇപ്പൊ കരച്ചെടുത്തപ്പോ അത് വേപ്പില്ല. കുഞ്ഞു വാങ്ങി. നാളെ മീറ്റിംഗ് കഴിയാൻ കുറെ വൈകുമല്ലേ ചാമ്മ? എന്താ? അല്ലെങ്കിൽ മാലയും വളയൊക്കെ വാങ്ങിക്കണമല്ലോ. അത് നേരത്തെ കഴിയും. അല്ല, എനിക്ക് മറ്റന്നാളാണ് പരിപാടി. പിന്നെ 500 രൂപയുടെ കാര്യം ഞാൻ ഒപ്പിച്ചേട്ടാ. മസാല മുട്ടേനെ നല്ല മണമുണ്ട് കേട്ടാ. ഇടിന മീനാ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ ഞാൻ വാങ്ങിച്ചോണ്ട് വന്നത്. എന്താണ് ഈയിടെയായിട്ട് ഭയങ്കര സ്നേഹമാണല്ലോ. അല്ല, അല്ലേലും എനിക്ക് അച്ചാമ്മയോട് ഭയങ്കര സ്നേഹമാണ്. അച്ചാമ്മക്ക് ഈയിടക്കായിട്ടല്ലേ മനസ്സിലായത്. ഞാൻ ശരിയാ, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്കില്ലേ ഇത് 2 ദിവസം വെച്ചിട്ട് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. എന്താന്നാ, നാളെയൊക്കെ ആകുമ്പോൾ ഇതിന് ഒന്നും കൂടി നല്ല ടേസ്റ്റ്. ഇതിന് കുറച്ച് മാംസമല്ലേ. മലയും കമ്മലും മേടിച്ചു കഴിഞ്ഞ് ബാലൻസ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോകണം കേട്ടോ. മുഴുവനും തീർത്ത് കളയരുത്. എന്നാ സത്യം പറയട്ടെ, മീനുണ്ടല്ലോ ശരമുഖം ചേട്ടൻ്റെ ചെടി കള്ളി ഇങ്ങനെ കള്ളത്തരം പറഞ്ഞാണല്ലേ. ഞാൻ ഓർത്ത് നീ ആ സമയത്ത് ഏത് മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ് മീൻ. എനിക്കെപ്പോഴും സംശയം ഉണ്ടായിരുന്നു ഷമ്മു തന്ന മീൻ തന്നെ.